ഞാൻ വേണമെങ്കിൽ സൂര്യയോടൊന്ന് സംസാരിക്കട്ടെ? നോ നോ, നമ്മൾ സംസാരിച്ച വിവരം അവനറിയണ്ട. എനിക്ക് സോണിയോടാണ് ദേഷ്യം. എന്നാ അവളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കേ, പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? രമ്യ, സോണിയ US നിന്ന് പഠിച്ചു വന്ന പെണ്ണ. അവിടുത്തെ കൾച്ചർ നിനക്കറിയാലോ. ഒരു പക്ഷെ സൂര്യയോട് അവൾക്ക് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളായിരിക്കും. നീ അവളെ മീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഐ എം ടെല്ലിങ് യു. ഇവിടെ ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്താ മാഡം ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ നേരത്തെ എത്തിയല്ലോ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ നിന്നെ കാണാൻ കാത്തിരിക്കുക. ഹി കോൾ മീ ജസ്റ്റ് നൗ. യുവർ വിസ ഇസ് റെഡി. അടുത്ത മാസം നമ്മൾ ദുബായ് പോകും. ഓ, പക്ഷേ രമ്യയോട് ഞാനിത് എങ്ങനെ പറയും? അവൾക്കിത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിന്റെ ലൈഫ് എന്നെ മാറാൻ പോവല്ലേ? നിന്റെ ഉയരങ്ങളിലേക്കുള്ള യാത്രയാത്. Who's she to hold you back? Your wife must be very possessive. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. യു ട്രൈ ടു കൺവിൻസ് ഹർ. എല്ലാം ശരിയാവും. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? സാറേ, നിങ്ങളുടെ വൈഫ് ഇപ്പോഴാ പോകുന്നത്. ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. രമ്യ, ശരിയാവുന്ന് പറഞ്ഞില്ലേ? എങ്ങനെ ശരിയാവാനാ? എന്തൊക്കെ പറയുന്നത് നേരോ? എല്ലാം അവസാനിച്ചില്ലേ? കരയാതെ. റിലാക്സ് റിലാക്സ് രമ്യ. കാറി കയറ്, കയറ്. ഇവരെന്താ ഇവിടെ വന്നിട്ട് പോണത്? സാറേ, എന്തിനാ അവര് വന്നേ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഡൈവേഴ്സ് തന്നെ. ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കി. പറഞ്ഞാൽ കേൾക്കണ്ട ഇന്നത്തെ കുട്ടികള്. പിന്നെ ഞാനൊരു അഡ്വക്കേറ്റ് ആയിപ്പോയി. അവരെ പിടിക്കാനാ എൻ്റെ വിധി. എടാ, സൂര്യയുടെ കാര്യം കട്ടപ്പോകേട്ടാ. ഞാനിപ്പോ വക്കീലിനെ കണ്ടിട്ടാ വരണേ. അവര് തമ്മിൽ പിരിഞ്ഞട്ടാ. സൂര്യ, എന്ത് പറ്റി? ഇത് അവളെ ഡിവോഴ്സ് നോട്ടീസാ.
സോറി. ഇറ്റ്സ് ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം, ഒരാഴ്ചക്കുള്ളിൽ ഐഫോൺ കിട്ടില്ല എല്ലാം തൊട്ട്. വാട്ട് ഹാപ്പൻ? നത്തിങ്. Oh, awesome. Okay. ഡ്രൈവർ, വണ്ടി ബുർജ് ഖലീഫയിലോട്ട് വിട്ടേക്കേ. എന്തിനിപ്പോ ചേഞ്ച് ചെയ്തേ? What to do? My dad is a crazy man. Hey, look how active he is, even at this age. Don't think of him as an ordinary man. He has 10 apartments in this building and 5 hotels in Dubai. Oh, that's Got it? great. Yeah. ഹായ് സൂര്യ, വെൽക്കം ടു ദുബായ്. ഹായ്. ഒരു 2 മിനിറ്റ് ഇപ്പൊ തന്നെ വരാം. ഓക്കെ. Sir, wow, that's absolutely stunning. How do you do this even at this age? എന്താണ് അവള് പറഞ്ഞു? അവളുടെ വായിൽ വല്ല കൊഴുക്കട്ട വല്ലോടാ? സംഗതി അപാരമാണ്. ഇത്രയും വയസ്സിൽ ഇത് എങ്ങനെ സാധ്യമായി എന്നാണ് ചോദ്യം. എനിക്ക് വയസ്സായത് അവളുടെ അമ്മായിയുടെ വയസ്സായത്. മാഡം, ഈ സേസ് യുവർ എടോ മനുഷ്യ, അവളോട് താനത് പറഞ്ഞ അവക്ക് മനസ്സിലാവൂലേടോ. അവൾ എന്നെ വെച്ചേക്കോടോ. Who told I am old? I am gold. Dubai gold. Passion, hard work and determination. ഇതൊക്കെ ഇല്ലാത്തവർക്കടോ വയസ്സാവുള്ളൂ, വയസ്സായിക്കണോ ഇല്ലേ മോളൂ? ഹായ് എന്റെ പൊന്നു മോള്. ഹായ്. Hey, Dad. ഹായ്. എന്താ സുഖല്ലേ? ആ സുഖം. പോകാം. ആ. അന്നപ്പാ എന്റെ മോളെയും എന്നെയും കാണുമ്പോ നിങ്ങൾക്കൊരു സംശയമില്ലേ? ഈ കടൽ ഇങ്ങനെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിടോ. പക്ഷേ എൻ്റേതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു. ദുബായിലെ കച്ചവടം ഞാൻ പൊടി പൊടിച്ച് വരുന്ന സമയത്ത് ഒരു ലെബനീസ് പെണ്ണ് വന്ന് വിട്ടു. എനിക്ക് അവളെ ഇഷ്ടമായി. ഞാൻ അവളെ കല്യാണം കഴിച്ചു. അവളിലുണ്ടായത് എൻ്റെ ഈ സുന്ദരി മോള്. എന്നിട്ട് മാഡം ഇപ്പൊ എവിടെയാ? അവളൊക്കെ അങ്ങോട്ട് പോയി. അവ എങ്ങനെയോ പോയി. അയ്യോ, ഐ സോറി. മറ്റിട്ടൊന്നുമില്ല. ഈ വക പെണ്ണുങ്ങള് 2 വർഷത്തേക്കുള്ളിൽ ഒരാളെ കൊണ്ടു നടക്കാറില്ല. പക്ഷെ അവളെ ഞാൻ 4 വർഷം കൊണ്ടു നടന്നു. ഇപ്പൊ ഞാനും എൻ്റെ മോളും ഈ കാണുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും. ഭാസ്കര, ഭക്ഷണമൊക്കെ റെഡിയല്ലേ? റെഡിയാണ് സർ. എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം. അതെ സർ. ഓക്കെ. ഭക്ഷണം കഴിക്കണ്ടേ? ആ ശരി. എന്താ സൂര്യ, കണ്ണുപൊത്തി കളി പോലെ ഉണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്ന് എണീക്കാം. Come. അവിടെ സൂര്യക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. സൂര്യ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്നെ എനിക്കൊന്ന് പരീക്ഷിക്കണം. ഭാസ്കര, എൻ്റെ ഫേവറേറ്റ് ഐറ്റം സൂര്യക്ക് വിളമ്പൂ. മതി. ഓർമ്മയുണ്ടോ? എൻ്റെ മകള് നിങ്ങളുടെ ഭാര്യയ്ക്ക് 1ാം സമ്മാനം കൊടുക്കാൻ കാരണമായ ആ ഡിഷാണ്. എൻ്റെ പർച്ചേസ് മാനേജറിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഡിഷ് കഴിക്കുന്നത്. എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കിയിരുന്നതും ഈ ഡിഷ് തന്നെയായിരുന്നു. അത് എങ്ങനെയാ എൻ്റെ ഡാഡിയുടെ ഒരു ഫേവറേറ്റ് ഡിഷായത്? സർപ്രൈസ്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മോരുകറിയായത്. നിന്റെ ഭാര്യയ്ക്ക് നീ ഉണ്ടാക്കി കൊടുത്ത അതേ മോരുകറി. ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലെ 7 പേരിൽ ഒരാളാണ് ഞാൻ. 6 ആണും 1 പെണ്ണും. കഷ്ടപ്പാട് സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ മദ്രാസിലേക്ക് പോയതാ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. ഒടുവിൽ ആരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ആ മോരുകറി ഉണ്ടാക്കിയ നിന്റെ അമ്മയുടെ പേര് പാർവതി ആണെങ്കിൽ ഞാൻ നിന്റെ അമ്മാവനാണ്. ഇപ്പൊ
ഇപ്പൊ നീ ഭക്ഷണം കഴിക്കും. പിന്നെ ധൃതി പിടിച്ച് നിന്നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന എന്താണെന്ന് അറിയാമോ? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെച്ച് പറയാം. മോളെ, സൂര്യ വൈകിട്ട് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. യെസ് ഡാഡ്.